ഹായ് ഗൈസ്, നമസ്കാരം. എൻ്റെ പുതിയ വീഡിയോയിലോട്ട് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം. ശരിക്കും പറഞ്ഞാൽ ഈ സോഷ്യൽ മീഡിയയിലെ ഒരു ഗെയിമാണ് ഞാൻ ആലോചിക്കുന്നത്. ആദ്യം ഒരാളെ പൊക്കി വെക്കും, പിന്നെ എന്തെങ്കിലും ഒരു വിഷയം വരുമ്പോൾ അയാളെ താഴ്ത്തിയിടും, അത് കഴിഞ്ഞാൽ അടുത്ത സെക്കൻഡ് അയാളെ വീണ്ടും പൊക്കി മേലോട്ട് എത്തിക്കും. ഇപ്പോൾ കറൻ്റ്ലി ഉണ്ടായിരുന്ന സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസേഴ്സിൽ ഞാൻ ഏറ്റവും കൂടുതൽ ഈ ഒരു അൽഗോരിതം കണ്ടിട്ടുള്ളത് മെയിനായിട്ട് വേടൻ്റെ കേസിലാണ്. വേടൻ പെട്ടെന്നൊരു ദിവസം ഭയങ്കര അങ്ങ് ഫ്ലറിഷായി. അപ്പോൾ ഒരു കേസ് വന്നു, വേടൻ താഴ്ന്നു പോയി. കുറച്ച് കഴിഞ്ഞ് വീണ്ടും വേടൻ പൊന്തി വന്നു. അപ്പോൾ വീണ്ടും ഒരു കേസ് വന്നു. പിന്നെ കുറേ കാലത്തേക്ക് വേടനെ കാണാനുണ്ടായിരുന്നില്ല. ഇപ്പോൾ വേടൻ വീണ്ടും ഇറങ്ങിയിരിക്കുകയാണ്. ഇപ്പോൾ മീഡിയക്കാരെ കവർ ചെയ്തിട്ടുള്ളൊരു ബൈറ്റാണ് ഞാൻ നേരത്തെ കാണിച്ചിട്ടുള്ളത്. വേടൻ പെണ്ണിൻ്റെ കൈയും പിടിച്ച് കോഴിക്കോട് ഗോകുല മാളിലെത്തി എന്ന് പറഞ്ഞിട്ടുള്ളൊരു സാധനമാണ്. ഇപ്പോൾ വേടൻ്റെ ഒരു കറണ്ട് കേസ് നമുക്കറിയാം, ജാമ്യത്തിലാന്ന് പറയുന്നുണ്ട്, ജാമ്യം കിട്ടി എന്ന് പറയുന്നുണ്ട്. എന്നാൽ അപ്പുറത്തെ സൈഡിൽ ഇതുമായി ബന്ധപ്പെട്ട് കുറേ കാര്യങ്ങൾ കിട്ടിയെന്നും പറയുന്നുണ്ട്. ഞാനിവിടെ മാതൃഭൂമി ന്യൂസിൽ വന്നിട്ടുള്ള ഒരു പോസ്റ്റ് ഞാനിവിടെ സൈഡിൽ കൊടുക്കാം. കുറ്റപത്രത്തിൽ തെളിവുണ്ട് എന്ന രീതിയിലാണ് പറഞ്ഞിട്ടുള്ളത്, പക്ഷേ വേടൻ അത് നിഷേധിച്ചിട്ടുണ്ട് എന്ന രീതിയിലും പറയുന്നു. ആൻഡ് അതിനെ ബേസ് ചെയ്തിട്ട് അവരൊരു പോസ്റ്റ് ഇട്ടിട്ടുണ്ട്, അതും നമുക്കിവിടെ കാണാൻ പറ്റും. റാപ്പർ വേടനെതിരെ കേസിൽ കുറ്റപത്രം. കാക്കനാട് ജുഡീഷ്യൽ മജിസ്ട്രേറ്റ് കോടതിയിലാണ് കുറ്റപത്രം നൽകിയത്. വേടനെതിരെ വിവാഹ വാഗ്ദാനം നൽകിയുള്ള തെളിവുണ്ടെന്ന് കുറ്റപത്രം. ബന്ധം നിഷേധിക്കാതെ വേടൻ്റെ മൊഴി വിവാഹ വാഗ്ദാനം നൽകിയില്ലെന്ന് വാദം. ഞാൻ ആ 2 വേർഡ് സ്കിപ്പ് ചെയ്തെന്താണെന്ന് വെച്ചാൽ അതൊക്കെ ഭയങ്കര ആർട്ട് സ്യൂട്ടബിലിറ്റി ഉള്ള വേർഡാണ്. നമ്മളതൊക്കെ പറഞ്ഞാൽ തന്നെ ഡിറ്റക്റ്റ് ചെയ്യും, നമ്മുടെ ചാനലിന് ഇഷ്യൂ ആണ്. അതുകൊണ്ടാണ് ഞാൻ അങ്ങനത്തെ വേർഡ് ഒഴിവാക്കിയത്. ഞാൻ പറയാണ്ടും ആക്കാണ്ടും നിങ്ങൾക്ക് എന്തൊക്കെയാ കാര്യം എന്നറിയാമല്ലോ. അപ്പം ഇതാണ് സാധനം. അപ്പം ഇവിടെ കൈയടിച്ച ആൾക്കാർ തന്നെ ഈ ഒരു പോസ്റ്റിൻ്റെ താഴെ ഫുള്ള് കമൻറ്റുകളാണ്. ഫുൾ കമൻറ്റ് എന്ന് വെച്ചാൽ ഫുൾ കമൻറ്റാണ്. ഞാൻ 2 സൈഡിലും കമൻസുകൾ കൊടുക്കാം. ഈ കറുത്തവൻ്റെ പുറകെ പോകാനും ആളുകളുണ്ടല്ലോ, നാണം. ഇപ്പോഴും റേസിസ്റ്റ് ചിന്താഗതിയുള്ള കുറേ ആൾക്കാരുണ്ടല്ലോ. കീഴ്ജാതി ആയതുകൊണ്ട് രാഹുലിന് കിട്ടിയ സപ്പോർട്ട് കിട്ടിയില്ല. ജാതി വെച്ച് പറയുന്ന കുറേ ടീമുകൾ. ഇപ്പോഴും ഈ മലയണ്ണാന് ഈ പേര് ചേരുന്നത് വേടൻ. ഇവനെയൊക്കെ ഊക്കാൻ തോന്നുന്നു. പെണ്ണിന് എന്തോ പറയുക, സ്ത്രീ വാഗ്ദാനത്തിൽ വീഴുന്നു, മീൻ ചാടിയാൽ മുട്ടോളം. ഇവനൊക്കെ വഴങ്ങിക്കൊടുക്കുന്ന പെണ്ണുങ്ങളെ ഓർത്ത് സഹതാപം തോന്നുന്നു. സഖാവ് ഹിരൺ. മലപ്പുറം കത്തി അമ്പും വില്ലും ഇപ്പോൾ പവനായി ശവമായി റാപ്പർ വേടൻ, റാപ്പർ കാടനായി. ഇങ്ങനെ ഒരുപാട് കമൻസുകൾ വീഡിയോൻ്റെ താഴെ ഈ പോസ്റ്റിൻ്റെ താഴെ വന്നിട്ടുണ്ട്. കുറേ നല്ല കമൻസുകളുണ്ട്. നല്ല കമൻസ് എന്ന് വെച്ചാൽ ഞാൻ ഉദ്ദേശിക്കുന്ന റെസ്പെക്റ്റ്ഫുൾ കമൻസ് ഉണ്ട്. എന്നാൽ കുറേ ഇതുപോലെ റേസിസ്റ്റും ജാതിയും അതും ഇതൊക്കെ പറഞ്ഞിട്ടുള്ള ടീമുകളുണ്ട്. അപ്പോൾ അതൊക്കെ മാറ്റി നിൽക്കട്ടെ. ഞാൻ പൊതുവേ ഇവിടെ ഈ ഒരു കേസിൽ കണ്ടിട്ടുള്ളത് വേടൻ ഇത്രത്തോളം സപ്പോർട്ട് കിട്ടാനുള്ളതിൻ്റെ ഒരു മെയിൻ റീസൺ എന്താണെന്ന് വെച്ചാൽ ഈ ജാതി സാധനം, ജാതിക്കാട് ഇതിലുണ്ട്. കാരണം ജാതിൻ്റെ പേരിലാണ് വേടനെ മാറ്റി നിർത്തുന്നതെന്നും ജാതിൻ്റെ പേരിലാണ് വേടൻ ഇത്ര അധിക്ഷേപം വരുന്നതെന്നും ജാതിൻ്റെ പേരിലാണ് വേടൻ്റെ ഒരു കേസിനും ഒരു കൺക്ലൂഷൻ വരാത്തത് എന്നൊക്കെ പറഞ്ഞ് കുറേ ടീമുകൾ ഇറങ്ങിയിട്ടുണ്ട്. ഇവിടെ ജാതി മതം സീന് അങ്ങനത്തെ ഒരു സാധനവുമില്ല. ഞാനെന്ന് പറയുന്ന വ്യക്തി ഇപ്പോൾ വേടൻ്റെ ഈ ടോപ്പിക്ക് റിയാക്ട് ചെയ്യുന്ന ഒരിക്കലും ജാതിനെ ബേസ് ചെയ്തിട്ടുള്ള ഒരു സോഷ്യലി റിലവൻ്റ് ആയിട്ടുള്ള ഒരു സോഷ്യൽ മീഡിയ ഫെയിമിൽ നിൽക്കുന്ന വ്യക്തിയുടെ കയ്യിൽ നിന്ന് വന്നിട്ടുള്ള സൈഡിലൊരു മിസ്റ്റേക്കാണ്. അപ്പം നിങ്ങൾ കുറച്ച് ആൾക്കാരെങ്കിലും ഈ ജാതിനെയും മതത്തിലോട്ടൊക്കെ ഇതിലോട്ട് കുത്തിക്കൊണ്ടുവന്ന് ഈ വിഷയത്തിൻ്റെ നേരെ മാറ്റരുത് എന്നൊരു അഭിപ്രായമേ ഉള്ളൂ. അപ്പം നമുക്ക് വേഗം ന്യൂസിലോട്ട് പോകാം. യുവ ഡോക്ടർ നൽകിയ റാപ്പർ വേടനെതിരെ പോലീസ് കുറ്റപത്രം സമർപ്പിച്ച വാർത്തയാണ്. വേടൻ വിവാഹ വാഗ്ദാനം നൽകി തെളിവുകളുണ്ടെന്ന് കുറ്റപത്രത്തിൽ പറയുന്നു. സാമ്പത്തിക തട്ടിപ്പ് നടത്തിയതിൻ്റെയും തെളിവുണ്ടെന്നും അന്വേഷണ സംഘം വ്യക്തമാക്കുന്നു. കാക്കനാട് മജിസ്ട്രേറ്റ് കോടതിയിലാണ് കുറ്റപത്രം സമർപ്പിച്ചത്. ജൂലൈ 31-നാണ് യുവ ഡോക്ടർ നൽകിയ പരാതിയിൽ തൃക്കാക്കര പോലീസ് കേസെടുത്ത് അന്വേഷണം ആരംഭിച്ചത്. യുവതിയുടെ പരാതി ശരിവെക്കുന്നതാണ് കുറ്റം. പൊതുവെ ഏതൊരു കേസ് വരുന്ന സമയത്തും തെളിവുണ്ടെന്നും തെളിവില്ലെന്നും അയാളെ ഫേവർ ചെയ്ത് തെളിവുണ്ടെന്നും ഒക്കെ പറയുന്നുണ്ടെങ്കിലും വേടൻ്റെ കേസിൽ വളരെ വ്യക്തമായിട്ട് പറയുന്നുണ്ട് വേടൻ ഈ പെർട്ടിക്കുലർ പെൺകുട്ടീനോട് മിസ്ബിഹേവ് ചെയ്തതിനും എന്നാൽ ഈ പെൺകുട്ടിയുമായിട്ട് ആഫ്റ്റർ മിസ്ബിഹേവിൻ്റെ ഭാഗമായി അതിനുശേഷം ഉണ്ടായിരുന്ന കുറേ സാമ്പത്തിക തട്ടിപ്പുമായി ബന്ധപ്പെട്ടിട്ടും തെളിവ് കംപ്ലീറ്റ് അവരുടെ കയ്യിലുണ്ടെന്നും അവർ കോടതിയിൽ സബ്മിറ്റ് ചെയ്തുവെന്നും. അപ്പം ഇവിടെ വേടൻ ഇതിന് റെസ്പോൺസായി പറഞ്ഞിട്ടുള്ളൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ മ്യൂച്വൽ കൺസേണിൻ്റെ പുറത്ത് നടന്ന ഒരു കാര്യത്തെ എങ്ങനെ നിങ്ങൾക്ക് ഒരു അബ്യൂസ് എന്ന രീതിയിൽ പറയാൻ പറ്റും എന്ന രീതിയിലാണ് വേടൻ പറഞ്ഞിട്ടുള്ളത്.
ഇപ്പം ഞാൻ ഈ ന്യൂസ് കംപ്ലീറ്റ് പോകുന്നില്ല, നിങ്ങൾക്ക് താല്പര്യമുള്ള ആൾക്കാർക്ക് നിങ്ങൾ ഈ ന്യൂസ് ഒന്ന് കണ്ടു നോക്കാം. ഞാനിത് പറയാത്ത എന്താണെന്ന് വെച്ചാൽ ഈ ന്യൂസിൽ പറയുന്ന കുറേ കണ്ടൻറ്റ് കാര്യങ്ങളൊക്കെ ഈസ് അഗെയിൻസ്റ്റ് യൂട്യൂബ് ഗൈഡ് ലൈൻസ്. അതുകൊണ്ടാണ് എനിക്ക് ഈ ഒരു പെർട്ടിക്കുലർ ടോപ്പിക്കിൽ പറയാനുള്ള, അല്ലെ ഞാൻ ഓൾറെഡി ഈ ടോപ്പിക്ക് റിയാക്ട് ചെയ്യുമ്പോൾ എപ്പോഴും പറഞ്ഞൊരു സാധനമാണ്, ഈ സോഷ്യൽ മീഡിയയിലുള്ള ആൾക്കാർ എന്തോ വലിയ സംഭവമാണ് നിങ്ങൾ ഒരിക്കലും വിചാരിക്കരുത്. അവരും സാധാരണ ഒരു മനുഷ്യന്മാരാണ്. അവർക്കും എല്ലാ മനുഷ്യന്മാർക്കും ഉള്ളതുപോലെ പോസിറ്റീവ്സും ഉണ്ട്, നെഗറ്റീവ്സും ഉണ്ട്. നമ്മൾ ഈ വീഡിയോയിൽ 10 മിനിറ്റ് കാണുന്ന, അല്ലെങ്കിൽ നമ്മളൊരു ഷോയിൽ 10 മിനിറ്റ് കാണുന്ന ഈ സ്വഭാവം ആവണം എന്നില്ല ആ പർട്ടിക്കുലർ വ്യക്തിക്ക്. ശരിക്കും ഇത് നമ്മളെപ്പോഴും പറയുന്നതാണ്, നമ്മുടെ ക്യാമറ ഫേസും നമ്മുടെ ബാക്കിയുള്ള ഫേസും ഡിഫറെൻ്റ് ആണ്. ഇപ്പം ഞാനെന്ന് പറയുന്ന വ്യക്തി ഇവിടെ വീഡിയോ എടുക്കുന്ന സമയം എൻ്റെ ഇവിടെ ടു ഇവിടെ വരെ നിങ്ങൾ കാണുന്നുള്ളൂ. ഈവൻ ബാക്കി ഞാൻ എന്തൊക്കെയാണ് ചെയ്യുന്നത്, എൻ്റെ ബാക്ക്ഗ്രൗണ്ടിൽ എന്തൊക്കെയാണ്, എൻ്റെ ഫ്രണ്ടിൽ എന്തൊക്കെയാണ്, എൻ്റെ സൈഡിൽ എന്തൊക്കെയാണ്, അല്ലെങ്കിൽ ഈ വീഡിയോ കട്ട് ചെയ്താൽ ഞാൻ എന്താ പറയുക എന്ന കാര്യത്തെക്കുറിച്ചൊന്നും നമുക്കറിയില്ല. അപ്പോൾ ഒരിക്കലും ഒരു സോഷ്യൽ മീഡിയയിൽ കാണുന്ന ഒരു ഫേസ് കൊണ്ട് ഒരിക്കലും നമ്മൾ ഓപ്പോസിറ്റുള്ള വ്യക്തിനെ, അത് ആരുമായിക്കോട്ടെ, ആ വ്യക്തിനെ നമ്മൾ എന്താക്കാൻ നിൽക്കരുത്, അങ്ങ് അക്സെപ്റ്റ് ചെയ്യാൻ നിൽക്കരുത്. അപ്പോൾ ഇവിടെ കുറേ ഈ ഫാൻ ഗേൾസ് അല്ലെങ്കിൽ ഇങ്ങനത്തെ കുഴികളിൽ വീഴുന്ന പെൺകുട്ടികളുടെ ഏറ്റവും വലിയ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ, ഇവർ സോഷ്യൽ മീഡിയയിൽ കാണുന്ന ഒരു മുഖമല്ലേ, ആ മുഖം വെച്ചിട്ടാണ് ഇവർ ആ പർട്ടിക്കുലർ വ്യക്തിയെ അങ്ങോട്ടങ്ങ് കാണുക, അങ്ങോട്ടങ്ങ് സ്നേഹിക്കുക, അങ്ങോട്ടങ്ങ് ആരാധിക്കുക. അതാണ് ഏറ്റവും വലിയ മണ്ടത്തരം. ആൻഡ് സെക്കൻഡ് തിങ് എന്ന് പറയുന്നത്, ഒരു റിലേഷൻഷിപ്പിലോട്ട് നമ്മളാവാൻ ചിലപ്പോൾ മേ ബി വളരെ കുറച്ച് സമയം മതിയായിരിക്കും. കാരണം ആ വ്യക്തി നമ്മൾ ആഗ്രഹിക്കുന്ന രീതിയിലുള്ള ഒരു കെയറും ടൈമും സ്പേസും കൺസേണും ഒക്കെ കിട്ടുമ്പോൾ നമ്മൾ പോലും അറിയാണ്ട് നമ്മൾ ചിലപ്പോൾ ആ റിലേഷൻഷിപ്പിലോട്ട് വീണു പോകും. പക്ഷേ ആ റിലേഷൻഷിപ്പ് നമ്മളുടെ ലൈഫിൽ നമുക്ക് എത്രത്തോളം പ്രശ്നമാണെന്നും നമ്മൾ എത്രത്തോളം മെൻ്റലി ബാധിക്കുക എന്നുള്ളത് നമ്മൾ വളരെ ലേറ്റായിട്ട് അറിയാം. അങ്ങനെ അറിഞ്ഞാൽ ചിലപ്പോൾ നമുക്ക് അതിൽ നിന്ന് പുറത്തോട്ട് വരാൻ പറ്റാത്തൊരു സിറ്റുവേഷൻ ആയിരിക്കാം. അങ്ങനെയാണെങ്കിലും പുറത്തോട്ട് വരേണ്ട ബന്ധങ്ങളാണെങ്കിൽ നമ്മൾ എന്തായാലും ആ ബന്ധത്തിൽ നിന്ന് പുറത്ത് വന്നേ സാധിക്കൂ. ഒരിക്കലും അതിൻ്റെ ഉള്ളിൽ കടന്ന് നമ്മൾ ഒരിക്കലും പോകരുത്. അത് നമ്മൾക്കും പ്രശ്നമാണ്, നമ്മുടെ കൂടെയുള്ള വ്യക്തിക്കും. ഇവിടെ മേ ബി ഈ വേടനും ഈ പെർട്ടിക്കുലർ പെൺകുട്ടിയും തമ്മിൽ ഇഷ്യൂസ് തുടങ്ങിയ ആ ടൈം തന്നെ അതൊന്ന് കൺക്ലൂഡ് ചെയ്തിരുന്നെങ്കിൽ മേ ബി ഈ ലെവലിലോട്ട് പോവില്ല. പക്ഷെ അത് വീണ്ടും പല ലെവലിൽ ആ ബന്ധം പോയത് കൊണ്ടാണ് ഇന്ന് അതൊരു കേസിലോട്ട് പോയത്. പിന്നെ മൾട്ടിപ്പിൾ റിലേഷൻഷിപ്പ് വളരെ റോങ് ആയിട്ടുള്ളൊരു കാര്യമാണ്. നമ്മൾ ഫ്രണ്ടോട്ട് വഴി പോകുന്ന സമയത്ത് നമ്മൾ ഈ നല്ല റോഡിൽ കൂടെ തന്നെ പോകണമെന്നില്ല. ചിലപ്പോൾ നമ്മൾ കട്ടറിൽ വീഴാനും കുഴിയിൽ വീഴാനും കാല് തെറ്റി വീഴാനും ഒക്കെയുള്ള ചാൻസ് ഉണ്ട്. ചിലപ്പോൾ നമ്മൾ അറിയാണ്ട് ചെന്ന് കുഴി ചാടാനുള്ള ചാൻസ് ഉണ്ട്. പക്ഷേ വൺസ് നമ്മൾ ഫ്രണ്ടോട്ട് പോകുമ്പം ആ പാത്ത് ശരിയല്ല എന്ന് തോന്നിയിട്ടുണ്ടെങ്കിൽ ആ കരയെന്നോ ആ കുഴിയെന്നോ കയറി നല്ല രീതിയിൽ മുന്നോട്ട് പോവാൻ നമ്മളെ കൊണ്ട് സാധിക്കണം. അപ്പം നിങ്ങൾ ഏത് ബന്ധത്തിൽ നിൽക്കുമ്പോഴും അവിടെ ഇന്ന തരത്തിലുള്ള ചൂഷണങ്ങൾ ഉണ്ട് എന്ന് റിയലൈസ് ചെയ്തിട്ടുണ്ടെങ്കിൽ വീണ്ടും ചൂഷണം ചെയ്യാൻ വേണ്ടി ആ വ്യക്തിയുടെ മുമ്പിൽ നമ്മൾ ഒരിക്കലും നിന്ന് കൊടുക്കരുത്. ഇങ്ങനെ കുറേ കാര്യങ്ങളിൽ ഉള്ള ശ്രദ്ധ ഇന്നത്തെ സൊസൈറ്റിയിലുള്ള ആൾക്കാരുടെ ഇടയിൽ കുറവായതുകൊണ്ടാണ് ഇന്നത്തെ പ്രണയങ്ങളൊക്കെ വേറൊരു തലത്തിലോട്ട് പോകുന്നത്. ഇപ്പോൾ ഒരു 2-3 ദിവസം മുമ്പ് കൊല്ലത്തൊരു ന്യൂസ് ഞാൻ കണ്ടിരുന്നു. ആ ന്യൂസ് ഞാൻ റിയാക്ട് ചെയ്തതിൻ്റെ ഒരു മെയിൻ റീസൺ ഇത് തന്നെയായിരുന്നു. കാരണം ഈ കമ്മ്യൂണിറ്റി ഗൈഡ് ലൈൻസ്, നമുക്ക് യൂട്യൂബിൽ വന്നിട്ട് ഇങ്ങനത്തെ കുറേ ഗൈഡ് ലൈൻസിന് എഗെയിൻസ്റ്റ് ആയിട്ടുള്ള കാര്യങ്ങളൊന്നും നമുക്ക് പറയാൻ പറ്റില്ല. നമ്മളുടെ ചാനലിനെ തന്നെ വളരെ കംപ്ലീറ്റ്ലി എഫക്റ്റ് ചെയ്യും. യുവതി തുടക്കം മുതൽ തന്നെ ഈ പരാതിയിലടക്കം പറയുന്നത് വേടൻ ഈ ആദ്യം സൗഹൃദമായിരുന്നു ഇവർ തമ്മിൽ, പിന്നീട് ഫ്ളാറ്റിലേക്ക്, കൊച്ചിയിലെ ഫ്ളാറ്റിലേക്കും കോഴിക്കോട് വിവിധ ഇടങ്ങളിൽ കൊണ്ടുപോയി പലതവണ വിവാഹ വാഗ്ദാനം നൽകിയാണ് തന്നെ പീഡിപ്പിച്ചത്. പെട്ടെന്ന് ഈ ഒരു ബന്ധത്തിൽ നിന്നും വേടൻ പിന്മാറുകയും അത് തനിക്ക് മാനസികമായി വലിയ ബുദ്ധിമുട്ടുണ്ടാക്കി. അതിനുശേഷം അതിന്റെ ചികിത്സയൊക്കെ കഴിഞ്ഞു. പിന്നീട് ജീവിതത്തിലേക്ക് തിരിച്ചു വരുന്നതിനിടയിലാണ് വേടനെതിരെ പരാതി നൽകണമെന്ന് തോന്നുകയും ഇതുമായി ബന്ധപ്പെട്ട് പിന്നീട് തുടർ നീക്കങ്ങൾ എന്നോണം പോലീസിന്റെ സഹായമൊക്കെ പെൺകുട്ടി തേടുകയും ഒക്കെ ചെയ്തത്. ഇതിന്റെ വാട്സ്ആപ്പ് ചാറ്റുകൾ, ഇവർ തമ്മിൽ ചില സാമ്പത്തിക ഇടപാടുകൾ നടത്തിയിരുന്നു. അതിന്റെ തെളിവുകളടക്കം അന്ന് തന്നെ അന്വേഷണ സംഘത്തിന് മുന്നിൽ പെൺകുട്ടി ഹാജരാക്കുകയും ചെയ്തു. പെൺകുട്ടിയുടെ വിശദമായ മൊഴി പോലീസ് രേഖപ്പെടുത്തുകയും ഒക്കെ ചെയ്തിരുന്നു. അതിനിടയിലാണ് വേടൻ കോടതിയെ സമീപിച്ചത്. മുൻകൂർ ജാമ്യം തേടി കോടതിയെ സമീപിച്ചു. കുറച്ചുനാൾ വേടൻ ഒളിവിലായിരുന്നു. കോടതി 2-3 തവണയാണ് ഈ ഹർജി പരിഗണിച്ചത്. ആ പരിഗണിക്കുന്ന വേളയിലെല്ലാം തന്നെ വേടൻ ആവർത്തിച്ചു പറഞ്ഞത് താനും
പെൺകുട്ടി ഇവിടെ രണ്ട് കോൺസെപ്റ്റാണ് നമുക്ക് വരിക. ഇവിടെ ഇവർ റിലേഷൻഷിപ്പിലായതുകൊണ്ടാണല്ലോ കല്യാണം കഴിക്കാം എന്നുള്ളൊരു വാഗ്ദാനം കൊടുത്തത്. ആൻഡ് ഇവിടെ പെൺകുട്ടി തന്നെ പറഞ്ഞൊരു സാധനം എന്താണെന്ന് വെച്ചാൽ കല്യാണം കഴിക്കാം എന്ന വാഗ്ദാനം തന്നുകൊണ്ട് തന്നെ പല സ്ഥലങ്ങളിൽ പോയിട്ട് അബ്യൂസ് ചെയ്തു എന്നുള്ളൊരു കാര്യമാണ് പറഞ്ഞത്. അപ്പോൾ ഇവിടെ എൻ്റെ ഒരു സംശയം അല്ലെങ്കിൽ എൻ്റെ ഒരു ചോദ്യം എന്താണെന്ന് വെച്ചാൽ, ഒരാൾ കല്യാണം കഴിക്കുക എന്ന് പറയുന്ന ആ ടൈം തന്നെ ആ വ്യക്തിയായിട്ട് ഈ തരത്തിൽ ബന്ധം കൊണ്ടുപോകേണ്ട ആവശ്യമുണ്ടോ? എൻ്റെ ഒരു ഡൗട്ടാണ്. ആൻഡ് സെക്കൻഡ് തിങ്, റിലേഷൻഷിപ്പിൽ നിൽക്കുമ്പം നിങ്ങളുടെ ഇഷ്ടപ്രകാരം രണ്ട് വ്യക്തികൾ ഒരുമിച്ച് ഇങ്ങനത്തെ ഒരു റിലേഷൻഷിപ്പിലോട്ട് പോയിട്ട് അതിന് പിന്നെ ഓപ്പോസിറ്റുള്ള വ്യക്തിയെ മാത്രം കുറ്റം പറഞ്ഞത് ശരിയാണോ? ഇത് രണ്ടും എൻ്റെ ഒരു കോമൺ ആയിട്ടുള്ള സംശയമാണ്. ഞാൻ ഇങ്ങനത്തെ തരത്തിലുള്ള ടോപ്പിക്കൊക്കെ റിയാക്ട് ചെയ്യുന്ന സമയത്ത് ഞാൻ പറയലുണ്ട്. കാരണം രണ്ടുപേരുടെ കൺസെൻറ്റോട് കൂടി ഒരു ടൈമിൽ ചെയ്തൊരു സാധനം കുറച്ച് ദിവസങ്ങൾ അല്ലെങ്കിൽ കുറച്ച് മാസങ്ങൾ അല്ലെങ്കിൽ കുറച്ച് വർഷങ്ങൾ കഴിയുമ്പോൾ അതെങ്ങനെയാണ് അതൊരു കൺസെൻറ്റ് ഇല്ലാത്തൊരു അല്ലെങ്കിൽ കൺസെൻറ്റ് ഇല്ലാണ്ട് സംഭവിച്ചതാണ്, വാഗ്ദാനമാണ്, നിർബന്ധമാണ് എന്ന ലെവലിലോട്ട് പോവുക എന്നുള്ള കാര്യം എനിക്കറിയില്ല. ഇതെനിക്ക് ആ പെൺകുട്ടീൻ്റെ സൈഡിലും നമുക്ക് തോന്നുന്ന കാര്യങ്ങൾ പറയണമല്ലോ, അല്ലാണ്ട് ഫുള്ളായിട്ട് വേടനെ കയറി പറഞ്ഞിട്ടൊരു കാര്യമല്ലല്ലോ. എനിക്ക് പേഴ്സണലി മനസ്സിലായത് വേടൻ പറഞ്ഞത് എന്താണെന്ന് വെച്ചാൽ, ഇവിടെ റിലേഷൻഷിപ്പിൽ ആ പെർട്ടിക്കുലർ ലേഡി കുറച്ച് ടോക്സിക് ആയിരുന്നു, കുറച്ച് ഓവർ പൊസസീവ് ആയിരുന്നു. അത് വേടനെ ടോളറേറ്റ് ചെയ്യാൻ പറ്റില്ല. സത്യമാണ്, പൊസസീവ്നെസ് ടോളറേറ്റ് ചെയ്യുന്ന ആൾക്കാരുണ്ട്. പക്ഷേ പൊസസീവ്നെസ് ടോക്സിക് ലെവലിലോട്ട് പോകുമ്പം അത് ആ വ്യക്തിനെയല്ല, അതിൽ കൂടുതൽ ഓപ്പോസിറ്റുള്ള വ്യക്തിനെ ഒരുപാട് മെൻ്റലി, ഇമോഷണലി, ഫിസിക്കലി ഒക്കെ ആ ഒരു സാധനം നല്ല രീതിയിൽ ബാധിക്കും. അങ്ങനെ ബാധിച്ചു എന്ന് തോന്നിയിട്ടുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി ആ റിലേഷൻഷിപ്പിലോട്ട് പുറത്ത് വരാൻ മാത്രമേ ആരാഗ്രഹിക്കൂ, ആ പെർട്ടിക്കുലർ വ്യക്തി ആഗ്രഹിക്കൂ. അതിന് കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. പക്ഷെ ഇവിടെ ഇതിൻ്റെയൊക്കെ ഒരു എക്സ്ട്രീമിറ്റി അല്ലെങ്കിൽ സീരിയസ്നെസ്സിനെ കുറിച്ച് അറിയില്ല. വേടൻ്റെ സൈഡിൽ നിന്ന് വേടൻ പറഞ്ഞിട്ടുള്ള ഒരു റീസണാണിത്. പക്ഷെ എന്തൊക്കെയാണെങ്കിലും ലൈഫിൽ ഇങ്ങനത്തെയൊക്കെ കാര്യങ്ങളുമായി ബന്ധപ്പെട്ടിട്ട് ഒരു തീരുമാനം എടുക്കുമ്പോൾ കുറച്ചും കൂടെ ആലോചിച്ച് നോക്കിയും കണ്ട് തീരുമാനം എടുക്കണം എന്നൊരു അഭിപ്രായം മാത്രമേ എനിക്ക് വിഷയത്തെ പറ്റി പറയാനുള്ളൂ. അടുത്ത വിഷയമായിട്ട് നമുക്ക് വീണ്ടും കാണാം. ടിൽ ദെൻ ഇറ്റ്സ് ബൈ.